ഇപ്പോൾ കൊച്ചിയിൽ കോൺഗ്രസ് നേതാവ് എൻ വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നു. എനിക്കങ്ങനെ സംഭവിച്ചു. ഞാൻ മേയറല്ലാതായി പോയില്ലേ? അത് സ്വാഭാവികമാണ്. ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ഞാനന്ന് മേയറാകേണ്ടതാണ്. കോൺഗ്രസ്സുകാർ 39 പേരുണ്ടായിരുന്നു. ഞാൻ തന്നെ ലീഡ് ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നത്. പക്ഷേ വോട്ടിനിട്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എടുത്തപ്പോഴത്തേക്കും എനിക്ക് 17 16 കിട്ടി, 23 കിട്ടി. അതുകൊണ്ട് ഞാൻ ടോണിയെ കുറ്റം പറഞ്ഞിട്ടോ പാർട്ടി ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. തലേ ദിവസം രാത്രി കൗൺസിലർമാരെ വ്യാപകമായി വിളിച്ച് സമ്മർദ്ദപ്പെടുത്തുകയും ഇല്ല, ഞാൻ ഒരിടത്തും പോയിട്ടുമില്ല. ഞാൻ ഏതു ആളുകളുടെ മുന്നിലും എൻ്റെ ഫോൺ ഇട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ കൗൺസിലിനകത്തൊക്കെ ഓരോരുത്തർക്ക് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ബന്ധമുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ അവരെയും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇത് സതീശൻ ലീഡർഷിപ്പ് കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. PD സതീശൻ. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ധിക്കരിച്ചുകൊണ്ടിട്ട് ഇവിടെ ആരെങ്കിലും എറണാകുളത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്കില്ല. പിന്നെ ഷിയാസ് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെട്ട ആളാണ്. ഒരു കാരണവശാലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാറില്ല. ദീപ്തി ഇപ്പോൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ്. ദീപ്തി ഉന്നയിച്ച ആരോപണങ്ങൾ എനിക്കറിയില്ല എന്താണെന്ന്. അത് ഷിയാസ് പറയേണ്ടതാണ്. അത് അതൊക്കെ അജയൻ പറയുന്നതിനകത്ത് ഞാൻ അജയനുമായിട്ടൊരു കോൺട്രവേഴ്സിക്കൊന്നും തയ്യാറില്ല. ഇല്ല, നിരീക്ഷകനെ വിടുമെന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. തുടക്കം മുതൽ അറിയില്ല. ഞാൻ ഈ പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഞാനുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷകൻ വരുമെന്ന് എന്നോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞു. തർക്കമൊന്നും ഇല്ലായിരുന്നല്ലോ. തർക്കമൊന്നും ഇല്ലായിരുന്നു. കോർ കമ്മിറ്റി ചേർന്നിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. എല്ലാം